നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനി, അകത്തേക്ക് വാ. എല്ലാം കഴിഞ്ഞില്ലേ? സാഹചര്യങ്ങള് എന്ത് സാഹചര്യ വിഷ്ണുട്ട? സാഹചര്യം ഒരാൾക്ക് മാത്രമല്ലല്ലോ. കണ്ണെത്താ ദൂരത്തേക്ക് പോകുമ്പോഴും ഓരോ രാത്രിയും കണ്ണീര് കുടിച്ചിറക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. അകൽച്ച ശരീരം കൊണ്ട് മാത്രമാണെന്ന്. മനസ്സുകളെ തമ്മിൽ അകറ്റാൻ ആർക്കും കഴിയില്ലെന്ന്. ദൈവത്തിന് പോലും പിരിക്കാനാവാത്ത വിധത്തിൽ അവ ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്ന്. ആ വിശ്വാസം ഇപ്പൊ പൊട്ടിത്തകർന്നത്. ഇതെല്ലാം നാടകം മാത്രം. ഇയാളെ കൊണ്ട് സത്യം പറയിക്കാൻ. എന്റെ ജീവന്റെ ജീവനായി ഇയാളെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ. തൽക്കാലം എനിക്കത് പറയാൻ നിർവാഹമില്ല. തെറ്റിദ്ധാരണയെല്ലാം മാറി എന്നെങ്കിലും സത്യം എന്നെ തിരിച്ചു വിളിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയും കൈവിട്ടു. ഈ മുങ്ങിച്ചവൻ പോന്ന ഒരാളുടെ വെപ്രാളുണ്ടല്ലോ. ഒരൊറ്റ പ്രാണവായുവിനു വേണ്ടി ശരീരത്തിലെ ഓരോ രോമകോപവും തൊഴുകയായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ 6 വർഷമായി ആ വെപ്രാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാ ഞാൻ. ഇപ്പൊ ഒരു കര കണ്ടു തോന്നിയപ്പോ വീണ്ടും കിലോമീറ്ററുകൾ ദൂരേക്ക് ഒരു പിന്നോട്ടടിച്ചതുപോലെ. എല്ലാം ശരിയാവും. എന്റെ കാര്യത്തിലോ എല്ലാം ശരിയാവുന്ന വിശ്വാസത്തിലാ ഇത്രയും കാലം ജീവനോടെ ഇരുന്നത് തന്നെ. പക്ഷെ ഇപ്പൊ ഒരു മനുഷ്യന് പ്രാണവായുവില്ലാതെ എത്ര കാലം ജീവിക്കാൻ കഴിയും? എന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. താനെന്തായാലും അകത്തേക്ക് വാ. അവിടെ എല്ലാവരും കാത്തിരിക്കുക. എന്നെയോ? ആര് കാത്തിരിക്കാൻ? കാത്തിരിക്കുമെന്ന് കരുതിയാള് അത് അവസാനിപ്പിച്ചു. ഇനി ആരാ? അകത്തെല്ലാരും വലിയ സന്തോഷത്തിലാ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഇയാളും കൂടി വന്ന ആ സന്തോഷം ഇരട്ടിയാവും. തെറ്റിപ്പോയി. എല്ലാ സന്തോഷവും കെടും. അതെന്റെ വിധിയാ. കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെന്നാ. അകത്തേക്ക് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.